ശരിക്കും എന്തോ പറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും തകരാറുണ്ടോ? ആ നല്ല സമയത്താണ്. മാറി മാറി ഇങ്ങോട്ട് ഇറങ്ങിയതാ നിനക്ക്. 2-3 ദിവസം മൂടി കെട്ടി നിന്നിട്ട് തകർത്ത് പെയ്യലാന്ന് മഴ. രാവിലെ എണീറ്റ് പാടെ കാണുന്നത് പെരുമഴയാണ് ദേവൂട്ടി കാണുന്നത്. അപ്പോൾ ആ മഴ കണ്ടേരമുള്ള ഓളെ സന്തോഷമാകുന്നത്. അപ്പോൾ അന്നേരം പാട്ട് നിൽക്കുന്നില്ല ഓക്ക്, ഒരേ പാട്ടാന്ന്. അപ്പോൾ സ്കൂളിൽ പോകാനായി. ആ രാവിലെ തന്നെ മഴയാന്ന്. ആ മഴ നനഞ്ഞ് പോകേണ്ടതാന്നുള്ള ആ ഒരു വിചാരമൊന്നുമില്ല ഓക്ക്. ഓളിങ്ങനെ പാടലാന്ന്. തലേന്ന് സ്കൂളിൽ ലീവ്, പക്ഷേ അന്ന് മഴയുമില്ല ഒന്നുമില്ല. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാന്ന് ഇന്നലെ നല്ല വെയിൽ, ഇന്നേതാ മഴ, എന്നിട്ട് ഇന്ന് ക്ലാസ് വെച്ചിട്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കലേന്. രാവിലെ പെയ്യാൻ തുടങ്ങിയ മഴ ഇപ്പാന്ന് കേട്ടാ ചെറുങ്ങനെ ഒന്ന് തുറന്നത്. പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ. അമ്പാടിയും ദേവൂട്ടിയെല്ലാം സ്കൂളിൽ പോയത് നനഞ്ഞോണ്ടാണ്. നനഞ്ഞോണ്ടെന്ന് പറഞ്ഞാൽ കുട ചൂടിയാലും നനയുമല്ലോ, അതാട്ടാ പറഞ്ഞേ. നല്ല മഴയേനും മൂടി കെട്ടിയിട്ട് എന്നാ പറഞ്ഞേ ഇരുടായ സന്ധ്യ ആയ പോലെ ഉണ്ടേലും രാവിലെ എല്ലാം. ഇപ്പോൾ കുറച്ച് തുറന്നിട്ടുണ്ട്. ഇനിയിപ്പം എപ്പാ അത് ശക്തി പ്രാപിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഈ ഒരു മഴ കിട്ടിയത് കുറച്ചൊരാശ്വാസം എന്ന് പറയാം. കഴിഞ്ഞിനെല്ലാം നമ്മൾ വളമെല്ലാം ഇട്ടിട്ടുണ്ടേനും. അപ്പോൾ അതെല്ലാം തുറന്ന് വളമിട്ടതാണ്. അതിന് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു മഴ. അപ്പം ഇത് നമുക്ക് ചെറിയൊരു ആശ്വാസം എന്ന് പറയാം. പക്ഷേ എല്ലാ സ്ഥലത്തും ഈ മഴ കൊണ്ട് വെള്ളപ്പൊക്കമെല്ലാം വന്നിട്ട് എല്ലാവരും കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഒരു വിഷമം. പക്ഷെ നമുക്ക് ഒരു 2 ദിവസം അത്രേത് ഉണ്ടാവുള്ളൂ മഴ, കൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഇത് ഞാൻ അന്ന് നമ്മൾ പിന്നെ ഷീറ്റ് ഇട്ടില്ല, ഞാൻ അന്നത്തെ പുല്ല് പിടിച്ച സ്ഥലം നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അന്ന് ഞാൻ അവിടെ ഷീറ്റ് ഇട്ടിട്ട് അതുകൊണ്ട് അവിടെയുള്ള പുല്ല് തേച്ചും പോയി. കണ്ട നല്ല ചെത്തി വൃത്തിയാക്കിയ പോലെയല്ലേ. ചെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മണ്ണും എല്ലാം അങ്ങ് പോവും. ചെത്തുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് ഇട്ടേരം അത് നല്ലൊരു ഉപകാരമായി. ഇപ്പം നല്ല വൃത്തിയായില്ലേ. അപ്പോൾ ഇനി കാടുള്ളടിക്കെല്ലാം ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. നല്ല ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ച് ദിവസമേ ഞാൻ ഇട്ടിട്ടുള്ളൂ, അപ്പോഴേക്ക് തന്നെ നല്ല വൃത്തിയായിന്. അപ്പോൾ ആ വീഡിയോ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാട്ടാ. മാത്രമല്ല ഈ മഴ പെയ്തിട്ട് നോക്കുമ്പം തേച്ചും വെള്ളമായിട്ട് ഷീറ്റിൻ്റെ മേലെ നിറച്ചും വെള്ളമാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. എപ്പോൾ ഈ വെള്ളം എടുത്ത് മറിച്ച് കളയാലും ഒരു ബുദ്ധിമുട്ടായി. അപ്പം ഞാൻ എടുത്ത് നോക്കുമ്പോൾ പുല്ലെല്ലാം പോയി. അപ്പോൾ അതുകൊണ്ട് ആ ഷീറ്റ് അങ്ങ് മാറ്റി. മഴ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ തുള്ളിക്കൊരു കൂടം പെയ്തോണ്ടിരിക്കലാന്നേ, പെരും മഴയാന്നേ. വൈകുന്നേരമായി, പിള്ളേർ സ്കൂൾ വിട്ട് വരാനായി. ഈ പെരുമഴ നനഞ്ഞിട്ട് എങ്ങനെയാണ് ഇങ്ങോട്ട് വരുവാന്നാണ് വിചാരിക്കുന്നത്. വണ്ടി ഇറങ്ങിയിട്ട് അവിടെ ഇവിടം വരെ എത്തണം. നല്ല മഴയാണ്, മിറ്റത്തിറങ്ങാൻ പറ്റാത്ത മഴയാണ്. ക്യാമറയിൽ അധികം തിരിയുന്നില്ല, പക്ഷേങ്കിൽ പെരുമഴയാണ്. ഈ വീഡിയോയിൽ കാണും പോലെ ഒന്നുമല്ല, ഇതിൽ ശക്തമായ മഴയാണ്. ഇന്ന് നമ്മൾ ഈ മഴ കാണുമ്പോൾ ഹായ് മഴ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ നോക്കിയിരിക്കുന്നത്. പിന്നെ ദേവൂട്ടി പാടും പോലെ പാട്ടെല്ലാം പാടുന്നു. പക്ഷേങ്കിൽ ഒരു 4 മാസം മുമ്പ് നമ്മൾ ഈ മഴ കാണുമ്പോൾ ഇതല്ലേനും അവസ്ഥ. നമ്മൾ ഓരോ ദിവസവും എണീക്കുമ്പോൾ ഈ മഴയൊന്ന് കുറയണേന്ന് പ്രാർത്ഥിച്ച് നിൽക്കലേനും. നമ്മളെന്നല്ല എല്ലാവരും കേട്ടോ. അപ്പം നമ്മൾ ഈ ഭാഗത്തുള്ള കാര്യം ഞാൻ പറയുന്നതാണ്. മഴ കൊണ്ട് മഴ കാണുമ്പോൾ ഒരു പേടിയേനും എണീക്കുമ്പോൾ ഈശ്വര ഇന്നെങ്കിലും ഈ മഴ കുറയണേന്ന് പറഞ്ഞിട്ട്. അതുപോലെ നമ്മളെ ഒരു പറമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഴയാണ്. ആ പുഴയിലെ വെള്ളം തേച്ച് ഇങ്ങ് അടിച്ച് കയറി നമ്മളെ ഈ ഭാഗം ഈ കാണുന്ന വീടിൻ്റെ മുറ്റത്ത് വരെ, വീടിൻ്റെ ചുറ്റോടുണ്ടായിരുന്നു. ആ വീടിൻ്റെ തൊട്ട് ബേക്കാണ് നമ്മൾ ഈ വീട് കാണുന്നത്. അപ്പോൾ അത്രയും വരെ വെള്ളം എത്തിയിട്ട് നമ്മളെല്ലാം പേടിച്ച് വരച്ചൊരു സമയമുണ്ടേനും. പെട്ടെന്ന് എല്ലായിടക്കും വെള്ളപ്പൊക്കമാന്ന്, വെള്ളം കയറി അങ്ങനെയെല്ലാം പറഞ്ഞു തരാം. ഈ മഴയും കൂടെ കണ്ടേരാൻ എനിക്ക് അതെല്ലാം ഒന്ന് ഓർമ്മ വന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഒന്ന് നിങ്ങളെ കാണിക്കാം. അന്ന് നമ്മളെ ഈ ഭാഗത്ത് മുങ്ങിപ്പോയ വീടുകളും എന്തെല്ലാം നാശനഷ്ടം വന്നേ അതെല്ലാം ഒന്ന് ഞാൻ ഇതിലേക്ക് ഈ വീഡിയോയിലൊന്ന് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എന്ത് ഭംഗിയല്ലേ ഈ സ്ഥലം കാണാൻ. നല്ല കണ്ടം, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്നെല്ലാം കാവ്യാത്മകമായിട്ട് പറയാം. പക്ഷേ അന്ന് ഇതേനും അവസ്ഥ. ഇതാണ് ആ വീടിൻ്റെ ഞാനിപ്പം കാണിച്ച ആ ഒരു ഭാഗമില്ലേ, ഈ വീടിൻ്റെ മുൻഭാഗമാണ് ഇപ്പം ആ കണ്ടം നല്ല ഭംഗിയിൽ കാണുന്നില്ലേ. പക്ഷേ അന്ന് ആ മഴ പെയ്ത സമയത്ത് ഇതേനും അവസ്ഥ. വെള്ളം ഫുള്ള് കയറി ഒരു വീട് ഫുള്ള് മേൽക്കൂര വരെ മുട്ടിയെന്ന് പറഞ്ഞ ലെവലിലായി. ഇത് അന്ന് ആ ഒരു ദിവസം കയറിയ വെള്ളമാണ്. അത് കഴിഞ്ഞ് പിന്നെയും കയറി. ആ സമയത്ത് ഉള്ള വീഡിയോ നമ്മൾ കിട്ടിയിട്ടില്ല. ഇത് നമ്മൾ ഓരോരുത്തർ അയച്ചു തന്ന വീഡിയോ ആണ്. ഇത് ആ വീടിൻ്റെ ഏകദേശം 1/4 ഭാഗത്തോളം മുങ്ങി. അങ്ങനെ ഈ കാണുന്ന ഈ ഒരു ഭാഗം ഫുള്ളും വീടുകൾ 2ാം നില വീടാണെങ്കിൽ ഒരു നില ഫുൾ മുങ്ങി. സാധനങ്ങളെല്ലാം മേലെ 2ാം നിലയിലേക്ക് മാറ്റേണ്ടി വന്ന്. ഇതുപോലെ ചെറിയ വീടുകൾ മൊത്തത്തിൽ ഇപ്പം നശിച്ചു പോയിട്ടുണ്ട്.
അപ്പോൾ ഈ വീടെല്ലാം ഫുള്ളായിട്ടും പോയതാണ്. അതായത് മുൻഭാഗം തന്നെ കണ്ടത്തുനിന്ന് വെള്ളം കയറി, പുഴയിൽ നിന്ന് വെള്ളം കയറിയാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ആ വീടാണ് ഇത് കേട്ടോ. ഇപ്പം വെള്ളം താഴ്ന്ന സമയത്ത് നമ്മളെ നാട്ടുകാർ, വായനശാല പ്രവർത്തകർ എല്ലാവരും കൂടിയിട്ട് അവരെ ആ വീട് പൊളിച്ച് മാറ്റുന്നതാണ്. ഇപ്പോൾ ഈ ഭാഗത്തെല്ലാം നിറച്ചും വെള്ളം വരും. അപ്പോൾ ഇത് അവിടുത്തെ അമ്മയാണിത്. വീട് ഇതുപോലെയുള്ള വീടുകൾക്കാണ് കൂടുതലും നാശം വന്നിട്ടുള്ളത്. അതായത് കട്ടപ്പരയെല്ലാം ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള വീടുകൾക്കാണ് ഇവിടെയെല്ലാം നല്ലോണം വെള്ളം കയറിയിട്ടേനുള്ളത്. ഇത് കണ്ട ഏകദേശം മേൽക്കൂര മുട്ടാനായി എന്ന് തന്നെ പറയാം. അത്രയും ഭാഗം വെള്ളത്തിൽ തന്നെയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് അവർ പൊളിച്ചിപ്പം മാറ്റിയിട്ടുണ്ട്. മാറ്റിക്കൊണ്ടിരിക്കലാണ് കേട്ടോ ഇങ്ങോട്ടോ നേരത്തെ കഷ്ണം പരിപാടിയാ പോകുന്ന അതും വരണം കേട്ടോ. ആ പോരാ കേട്ടോ. മഞ്ഞൾ മാറ്റുന്ന ആ വയ്യ അവിടെ കെട്ടോ. ഓണായിക്കോളൂ. അത് സീറ്റ ഉണ്ടാവും. പിന്നെ റെക്കോർഡിംഗ് വർക്കാവുന്നില്ല എന്നോ മറ്റോ കംപ്ലൈന്റ്. അപ്പോൾ അവരെല്ലാവരും മേൽക്കൂര കയറെല്ലാം കെട്ടിയിട്ട് അതെല്ലാം വലിച്ച് താഴെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വീടിൻ്റെ മുൻഭാഗം കുറച്ച് ഓടുണ്ട്. അപ്പോൾ അതെല്ലാം താഴേക്ക് മാറ്റലാണ്. അതിന് ശേഷം അതും അവർക്ക് പൊളിച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും ഇതെല്ലാം പൊളിച്ച് വൃത്തിയാക്കി. ഇത് കട്ടയെല്ലാം അന്ന് വെള്ളം പൊതിർന്ന് നിൽക്കുന്നതാണ്, വെള്ളം കുടിച്ച് പൊതിർന്ന് നിൽക്കുന്നതാണെന്നെല്ലാം ഒരുവിധമെല്ലാം കുറേ പൊളിഞ്ഞ് വീണ്. ഇനി വീടിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും ഇവരെല്ലാവരും ഒന്ന് പൊളിച്ച് നിരത്തിയിടാനാണ്. നിരത്തിയിട്ടിട്ട് പിന്നെ ഒരു ചെറിയൊരു അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നിൽക്കാൻ പാകത്തിന് ഒരു ചെറിയൊരു ഇതാക്കി, വീട് എന്ന് പറയാനില്ല, ചെറിയൊരു നിൽക്കാനുള്ള ഒരു ഇത് ആക്കി എടുക്കുക. അതാണ് ഇപ്പോൾ അവരെ ലക്ഷ്യം. അപ്പോൾ ഇത് ഓടെല്ലാം പൊറുക്കിയതിന് ശേഷം ഇത് കട്ടയെല്ലാം ഒന്ന് തട്ടിയിടണം. അപ്പോൾ കുറച്ചും പണി ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാവരും നാട്ടുകാരും വായനശാല പ്രവർത്തകരും എല്ലാവരും കൂടിയിട്ട് അവരായിട്ട് ഏറ്റെടുത്ത് നടത്തി ഇതൊന്ന് അവർക്ക് താമസിക്കാൻ യോഗ്യമാക്കി കൊടുക്കുക എന്നാണ് ഇവരെ ലക്ഷ്യം. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊരു പണി നടക്കുമ്പോൾ ഞാനതിൻ്റെ ഒരു വീഡിയോ ഒന്ന് എടുത്തു വെച്ചതാണ്. അപ്പോൾ നമ്മളെ പ്രളയം മൂലം എത്ര ആൾ കഷ്ടത അനുഭവിച്ചിട്ടുണ്ടെന്ന് ഈ വീഡിയോയിൽ മനസ്സിലാവും. ഇതിലും കഷ്ടത അനുഭവിച്ചവരുണ്ടാവുമേ. ഞാൻ നമ്മളെ നാട്ടിൽ നടന്ന ഒരു വെള്ളപ്പൊക്കത്തിൽ പ്രളയത്തിൽ വന്ന കുറച്ച് കഷ്ടപ്പാടുകൾ നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതെല്ലാം കാണുമ്പോൾ ഉള്ളിലൊരു പേടി, ഇനി അടുത്ത മഴക്ക് എന്നാ സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ദേവൂട്ടി ആ മഴയത്ത് മഴ കണ്ടേരാൻ നല്ല ചിരിച്ചുല്ലസിച്ച് പാട്ടെല്ലാം പാടി. പക്ഷേ ഇനി അടുത്തൊരു മഴ ഇതേപോലെ വരുമ്പോൾ എന്നാ സംഭവിക്കുക എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മഴ എല്ലാം കണ്ടൊരു വീഡിയോ എടുത്ത് അപ്പോൾ അന്ന് പെട്ടെന്ന് നമ്മളെ അന്ന് ആ മഴയത്ത് പ്രളയത്തിൽ വന്ന ആ നഷ്ടങ്ങളും അന്ന് നമ്മൾ അനുഭവിച്ച് ഞാൻ ഇന്നൊരു ഷോർട്ടെല്ലാം ഇട്ടിന്. ഷോർട്ട് വീഡിയോ ഇവർ വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ഓരോ സാധനങ്ങൾ മാറ്റുന്നതും തേങ്ങയെല്ലാം ഇങ്ങനെ പറമ്പത്ത് വെള്ളത്തിലിങ്ങനെ ഒഴുകി പോകുന്ന ഇവരെല്ലാവരും ചേർന്ന് എടുക്കുന്നതെല്ലാമായിട്ട് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ അത് കണ്ടാൽ തന്നെ മനസ്സിലാകും നമ്മളെ റോട്ടിലാണ് ആ വെള്ളം ഉള്ളത്. പുഴയിൽ നിന്ന് വെള്ളം കയറി നമ്മൾ വീടിൻ്റെ തൊട്ട് മുറ്റത്താണ്
കണ്ടു കഴിഞ്ഞാൽ കുളം പോലെ വലിയൊരു പുഴ അങ്ങനെയല്ലേ തോന്നുള്ളൂ. അപ്പോൾ അത്രയും ഭീകരനും ഇപ്രാവശ്യത്തെ മഴ. ഇതാന്ന് ഞാൻ പറഞ്ഞ നമ്മളെ റോഡ് കേട്ടാ, ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളെ വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള വീട്. ആ വീടിൻ്റെ മുറ്റം വരെ എത്തിന് വെള്ളം. എന്തോ ഭാഗ്യത്തിന് മഴ കുറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറിയിട്ടില്ല. ഇതെല്ലാം ഓരോ വീടുകളിൽ ഇങ്ങനെ വെള്ളം കയറിയ സമയത്ത് ശ്രീയാടിനും അവരെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ, നാട്ടുകാരെല്ലാവരും കൂടെ സാധനങ്ങളെല്ലാം മാറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു പ്രളയത്തിൻ്റെ ബാക്കിയിരിപ്പുകൾ എന്നെല്ലാം പറയുക, അതൊന്ന് കണ്ട് ഒന്ന് റീയടിച്ചതാണ് കേട്ടാ. നിങ്ങൾ വിചാരിക്കും ഈ പ്രളയമെല്ലാം കഴിഞ്ഞ് ഇത്രയായി, ഇവക്ക് ഇതെന്തിൻ്റെ തകരാറായി ഇപ്പം വീഡിയോ എടുത്തിടുന്നെന്ന്. അങ്ങനെ ചിന്തിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, നീ വലിയൊരു മഴ കണ്ടേരം പെട്ടെന്ന് നിർത്താണ്ടുള്ള ആ പെരുമഴ, മുറ്റത്ത് നിറച്ച് വെള്ളം, ഇതെല്ലാം കണ്ട സമയത്ത് പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടേനും, കുറേയെല്ലാം വീഡിയോ ഉണ്ടേനും, കുറച്ച് ഫ്രണ്ട്സ് അയച്ചു തന്ന്. അങ്ങനെയല്ല അതന്ന് ആ ഒരു സമയം അത് നിങ്ങൾ അന്ന് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടില്ല. അന്ന് എല്ലാവരും ചോദിച്ചു ഇതെല്ലാം വീഡിയോ ഇട്ടൂടെയെന്ന് ചോദിച്ചു. പക്ഷേങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് വീഡിയോ ഇടേണ്ട ഒരു അവസ്ഥയല്ലേനു അന്നേരം. ഇതൊന്നും എനിക്ക് വീഡിയോ ആയിട്ട് ഇടാൻ ഇപ്പം പറ്റൂല എന്ന് ഞാൻ അവരോടെല്ലാം പറഞ്ഞിന്. പക്ഷേ ഇപ്പം നമ്മളതിൻ്റെ അന്ന് ഒന്ന് മാറ്റം വന്നുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും കൂടെ ഒന്ന് നിങ്ങളെ കാണിച്ചു തന്നതാട്ടാ. ഇപ്പോൾ ചായ വെക്കാൻ പോകാതെ പെരിയ മഴ ആയതുകൊണ്ട് ഞാനിന്ന് ചെറിയൊരു കടിയിലാക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കുന്നില്ല. കുറച്ച് സാധനം വേണം, പക്ഷേങ്കിൽ മിക്കത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല സാധനം വാങ്ങാൻ പോകാൻ. അതൊന്നും പോയില്ല. അതുകൊണ്ട് ഞാൻ ചായ വെക്കുമ്പോൾ നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ ഇടയുള്ള കടികൾ കൊടുക്കുന്നില്ല. ഒരു എണ്ണക്കടി ആക്കാമെന്ന് വിചാരിച്ചാൽ നോക്കുമ്പോൾ വാങ്ങണമെങ്കിൽ ടൗണിൽ പോകാൻ മിറ്റത്തിറങ്ങാൻ പറ്റാത്ത മഴയാണ്. അതുകൊണ്ടുള്ള വെച്ചിട്ട് ഇപ്പോൾ അവർ വരും. പെരുമഴയാത്ത കുട്ടികൾ എങ്ങനെ വരുമെന്ന് അറിയില്ല. നനഞ്ഞു മുങ്ങിയിട്ട് ദേവുട്ടിക്ക് അല്ലെങ്കിൽ തന്നെ ഒരു ജലദോഷത്തിൻ്റെ എല്ലാം ആ ഒരു ഇതുണ്ട്. അപ്പോൾ വരാനായി വണ്ടി ഇറങ്ങിയിട്ട് അവിടെ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഫുള്ള് നനയിലുണ്ടാവും, ബാഗെല്ലാം നനഞ്ഞു മുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ മഴേൻ്റെ ഒച്ച കേൾക്കുന്നില്ലേ, പുറത്താ ഷീറ്റിൽ വീഴുന്നതിൻ്റെ ഒച്ച, വെള്ളം വീഴുന്നതിൻ്റെ ഒച്ച, അത്രയൊക്കെ ശക്തിയാണ്. വോയിസ് കേൾക്കുമെന്ന് തന്നെ അറിയില്ല. അപ്പം മഴേൻ്റെ ശക്തി ആ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ, അതുകൊണ്ട് എനിക്ക് സൗണ്ട് അന്നേരം കൊടുക്കാൻ പറ്റുന്നില്ലേനു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇപ്പം. അപ്പോൾ വൈകുന്നേരമായി ചായ ഉണ്ടാക്കലാന്ന്. ദേവുട്ടി വരുമ്പോഴേക്ക് മഴയെല്ലാം കുറഞ്ഞല്ലേ. രാവിലെ കൊണ്ടുപോയി വെച്ച കുട നനക്കാൻ കഴിയില്ലാന്ന് പറഞ്ഞിട്ട് വേറൊരു കുട എടുത്തിട്ട് പോയി. രണ്ടു കുട എടുക്കാൻ പറഞ്ഞു എന്നോട്. ഒരു കുട കൊണ്ടായ പോരേനാ. ഇത്ര നേരം നല്ല മഴയായിരുന്നു, നീ വരാൻ കണ്ടേരാന്ന് മഴ നിന്നത് കണ്ടാ. മഴ ഇപ്പൊ മഴ കുറഞ്ഞു. റസ്ക് എടുത്തിട്ട് ദേവുട്ടി കരിഞ്ചിക്ക് കൊടുക്കാൻ നോക്കുന്നതാണേ. അറിഞ്ഞോ? അത് തിന്നടതാ, തിന്നുന്ന ഒച്ച കേക്കറ. ബിസ്ക്കറ്റിന്റെ റസ്കിന്റെ ആളാവള്. കൊടുക്ക്. പിന്നെ പിന്നെ നോക്കൂല, അന്നേരം ഒക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കണ്ടേ അല്ലേ. അതെന്നാ പോന്നേ? ആന്നാ പോയേ? മതിയാ ദേവുട്ടി ശശിയായി. അല്ല അത് തിന്നുന്നേനു. അതിപ്പോ ആടെ ആരെയോ കണ്ടിട്ട് അതാ അങ്ങ് പോയി നിക്കുന്നുണ്ടാ. ലഡ്ഡി അതാ വരുന്നുണ്ടേ, അങ്ങ് ബൈക്കിന്റെ ഇലയിൽ കൂടെ പോകുന്നുണ്ട്. ഇല്ല ഇനി അത് വരൂല.